സീറോ മലബാർ സഭയിലെ മേജർ ആർച്ച് ബിഷപ്പിനും എല്ലാ മെത്രാന്മാർക്കും മെത്രാപോലിത്തമാർക്കും മറ്റു രൂപതകളിലെ സഹോദരങ്ങളായ ദൈവജനത്തിനും കർത്താവ് ഈശോ മിശിഹായുടെ സ്നേഹവും കൃപയും നേരുന്നു. ഈശോയിൽ പ്രിയമുള്ളവരെ, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണ ചുമതല പൂർണ്ണമായും മേജർ ആർച്ച് ബിഷപ്പിനെയും അദ്ദേഹത്തിന്റെ വികാരിയായി അതിരൂപതയിലെ അനുദിന ഭരണം നടത്തിക്കൊണ്ടുപോകാൻ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയെയും ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ. എല്ലാ ആശംസകളും നേരുന്നു. ഏതൊരു രൂപതയെയും പോലെ സിനഡിനും പെർമനന്റ് സിനഡാംഗങ്ങൾക്കോ ഈ അതിരൂപതയുടെ അനുദിന ഭരണത്തിൽ ഇടപെടാൻ അവകാശമില്ല എന്നുകൂടി മനസ്സിലാക്കുന്നു. ഈ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പരിശുദ്ധ പിതാവ് അതിരൂപതാ ഭരണം മേജർ ആർച്ച് ബിഷപ്പിനെ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഈ അതിരൂപതയിൽ ഭരണം നടത്തുന്നതിനും ഇവിടുത്തെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനും വേണ്ടി പാപ്പയുടെ പേര് വൃഥ വലിച്ചിഴക്കാതിരിക്കുവാനുള്ള സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണം. എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ വൈദികരും സന്യസ്തരും ദൈവജനവും 7 വർഷത്തിലധികമായി അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കിടയിലും അജപാലന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തുന്നതിന് അഭിനന്ദിച്ചതിന് നന്ദി പറയുന്നു. എന്നാൽ സീറോ മലബാർ സിനഡിലെ പല മെത്രാന്മാരും മേജർ ആർച്ച് ബിഷപ്പും പഴയതും പുതിയതും ഈ പ്രതിസന്ധിയെ പരിഹരിക്കാനല്ല രൂക്ഷമാക്കാനാണ് ശ്രമിച്ചതെന്നുകൊണ്ട് നിങ്ങളുടെ അജപാലനപരമായ ദൗത്യത്തിൽ നിങ്ങൾ അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കാതെ നീണ്ടുപോകുന്നത് സീറോ മലബാർ സിനഡിന്റെ അധികാര പ്രമത്തതയും അഹങ്കാരവും ചില സഭാ നേതാക്കളുടെ ഏകാധിപത്യ ശൈലി മൂലവുമാണെന്ന് കേരള സമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ സഭയെ സമൂഹത്തിന് മുൻപിൽ പരിഹാസ വിഷയമാക്കിക്കൊണ്ട് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ വൈദികരെയും സന്യസ്തരെയും ദൈവജനത്തെയും ബന്ദികളാക്കിക്കൊണ്ടുള്ള പെർമനന്റ് സിനഡാംഗങ്ങളുടെയും ചില മെത്രാന്മാരുടെയും ധിക്കാരപരവും ക്രൈസ്തവ വിരുദ്ധവുമായ നിലപാടുകൾക്ക് മുമ്പിൽ ക്രിസ്തീയമായ ചൈതന്യത്തിൽ നിലനിൽക്കുവാൻ അതിരൂപതാംഗങ്ങൾക്ക് സാധിച്ചുവെന്നത് ദൈവത്തിന്റെ കൃപയുള്ളതുകൊണ്ടാണ്. പരിശുദ്ധ പിതാവിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പാപ്പയുടെ ആഹ്വാനം നേടിയെടുത്തെങ്കിലും 2024 മെയ് 18-ാം തീയതി പാപ്പ മേജർ ആർച്ച് ബിഷപ്പിന്റെ സാന്നിധ്യത്തിൽ റോമിൽ സമ്മേളിച്ച സീറോ മലബാർ സഭാംഗങ്ങളോടും മെത്രാന്മാരോടും പറഞ്ഞത് ഈ പ്രശ്നം നിങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്നാണ്. തന്റെ പേര് ഇതിലേക്ക് വലിച്ചിഴക്കരുതെന്ന പരോക്ഷമായ താക്കീതാണ് പാപ്പ നൽകിയത്. ഈ പ്രശ്നം സ്വയം ഭരണാധികാര സഭയുടെ സിനഡ് ഇവിടെ പരിഹരിക്കാതെ റോമിന്റെ അടുത്തേക്ക് ഇട്ടുകൊടുത്തത് ശരിയായില്ല എന്ന് 2025 ജനുവരിയിൽ കൂടിയ സിനഡിൽ എറണാകുളത്ത് നിന്നുമുള്ള മെത്രാന്മാരെക്കാൾ ശക്തമായി ഒരു സെഷനിൽ പറഞ്ഞ ഒരു അജപാലകന്റെ സ്വരത്തിൽ സംസാരിച്ച മാർ പോളി കണ്ണൂക്കാടൻ മെത്രാന് നേരം വെളുത്തപ്പോൾ മാറ്റി പറയേണ്ടി വന്നത് ചില മെത്രാന്മാർ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണെന്ന് ആർക്കും മനസ്സിലാകും. ഈ നോമ്പുകാലത്തിലേക്ക് പ്രത്യാശയോടെ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന സിനഡ് പിതാക്കന്മാർ മാനസാന്തരപ്പെടുന്നതിനായി ദൈവജനം ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്റെ ഹിതമല്ല ദൈവത്തിന്റെ ഹിതം നിറവേറട്ടെ എന്ന ക്രിസ്തീയ മനോഭാവം സിനഡിലെ മെത്രാന്മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇത്രയും രൂക്ഷമാകുമായിരുന്നില്ല. ക്രിസ്തീയ ആരൂപിക്ക് ചേരാത്ത നിങ്ങളുടെ ചില പ്രവർത്തനങ്ങൾ മൂലവും സഭാസ്നേഹികളെന്ന് സ്വയം വീമ്പിളക്കുന്നവർക്ക് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന അധാർമികമായ പിന്തുണ മൂലവും ചില ഇടവകകളിൽ ഭിന്നത സൃഷ്ടിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഭിന്നതയുടെ അരൂപിയെ പരാജയപ്പെടുത്തുവാൻ നിങ്ങളുടെ നിലപാടിൽ മാറ്റം വരുത്തണം. അതുകൊണ്ട് പ്രശ്നപരിഹാരത്തിനായി മാർച്ച് മാസം മുതൽ ചില കർമ്മ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്നു. ഒന്നാമതായി, സഭയുടെ നവീകരണ പ്രവർത്തനങ്ങളെയും കാലോചിതമായ യേശുവിന്റെ മൂല്യങ്ങളുടെ വ്യാപനത്തെയും തടയുവാനായി പിശാച് മെത്രാന്മാരിലൂടെ ഒരുക്കുന്ന കെണികളെ അതിജീവിക്കുവാൻ നിങ്ങൾ കൂടുതൽ സമയം പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് ഒരിക്കലും തെറ്റുപറ്റുകയില്ല എന്ന നിങ്ങളുടെ വ്യർത്ഥമായ ചിന്തയെ ഉപേക്ഷിക്കുക. ഞങ്ങൾ മാത്രമാണ് സഭ, ഞങ്ങളുടെ വാക്കാണ് അവസാന വാക്ക് എന്ന സിനഡൽ ശൈലിക്കെതിരെയുള്ള നിങ്ങളുടെ മനോഭാവങ്ങളെ മാറ്റിയെടുക്കുക എന്നീ നിയോഗങ്ങളോടെ ഈ നോമ്പുകാലത്ത് പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യുവാൻ തയ്യാറാകണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. രണ്ടാമതായി, അതിരൂപതയിലെ പ്രതിസന്ധി പരിഹരിക്കുവാനുള്ള സംവാദത്തിന്റെ വാതിൽ തുറക്കുവാൻ ഇപ്പോൾ നിലവിലുള്ള കൂരിയ അംഗങ്ങളെ അടിയന്തരമായി മാറ്റുകയോ അവരുടെ രാജി ചോദിച്ചു വാങ്ങുകയോ അല്ലെങ്കിൽ ഈ അതിരൂപതയുടെ നന്മയ്ക്കു വേണ്ടി സ്വയം രാജിവെച്ച് പോകുവാൻ അവരെ ഉപദേശിക്കുകയോ ചെയ്യുക. മൂന്നാമതായി, യേശു യഹൂദ നേതാക്കളോട് പറഞ്ഞ വചനത്തെക്കുറിച്ച് സിനഡിലെ എല്ലാ മെത്രാന്മാരും പ്രത്യേകമായി ഈ നോമ്പുകാലത്ത് ധ്യാനിക്കണം. അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല, എന്തെന്നാൽ അവനിൽ സത്യമില്ല. കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവമനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. ഈ കുർബാനയർപ്പണ രീതിയെക്കുറിച്ചുള്ള പ്രതിസന്ധി ആരംഭിച്ചതിന് ശേഷം സിനഡ് പിതാക്കന്മാരിൽ പലരും, പ്രത്യേകിച്ച് ഈ അതിരൂപതയിലെ വൈദികരും അൽമായരും ചർച്ചയ്ക്ക് വന്ന പിതാക്കന്മാർ പറഞ്ഞ നുണകളും ലംഘിച്ച വാഗ്ദാനങ്ങളും എത്രയോ ആണെന്ന് ആത്മപരിശോധന ചെയ്താൽ നിങ്ങളിലൂടെ പിശാച് ശക്തമായി പ്രവർത്തിക്കുന്നില്ലേ എന്ന് മനസ്സിലാകും. പിശാചിന്റെ കുതന്ത്രങ്ങൾ ചെറുക്കുവാൻ നിങ്ങൾക്ക് കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവ്വ ആയുധങ്ങളും ധരിക്കുക. അഭിമാനപൂർവ്വം പറയട്ടെ, എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ വൈദികരും സന്യസ്തരും ദൈവജനവും
സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ഭിന്നതയുടെ വിത്ത് വിതയ്ക്കുവാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ വിജയിക്കാത്തതെന്ന് കൂടി നിങ്ങൾ തിരിച്ചറിയണം. നാലാമതായി, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അതിരൂപതയിലെ ദൈവജനത്തെയും വൈദികരെയും സന്യസ്തരെയും അധിക്ഷേപിക്കുന്ന, നിങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്നുവെന്ന് വീമ്പിളക്കുകയും സഭാസ്നേഹികളെന്ന് സ്വയം പുകഴ്ത്തുകയും ചെയ്യുന്ന ചുരുക്കം ചില വ്യക്തികളിലൂടെയും പിശാച് പ്രവർത്തിക്കുന്നുണ്ട്. ഔദ്യോഗിക പക്ഷത്ത് നിൽക്കുന്നുവെന്ന് നിരന്തരം ആണയിട്ടവർ ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പിനെയും അദ്ദേഹത്തിന്റെ വികാരിയെയും വളരെ മ്ലേച്ഛമായ ഭാഷയിൽ അധിക്ഷേപിക്കുകയും തെറി വിളിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരെ ഭയപ്പെട്ടാണ് ജീവിക്കുന്നതെന്നും അറിയാം. എന്നാൽ ദുഷ്ടന്മാരുടെ ജ്വലിക്കുന്ന എല്ലാ കൂരമ്പകളെയും കെടുത്താൻ കഴിയുന്ന വിശ്വാസത്തിന്റെ പരിച എറണാകുളം അങ്കമാലി മേജർ അതിരൂപത എടുത്തിട്ടുണ്ട്. രക്ഷയുടെ പടത്തൊപ്പിയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളും കരുതിയിട്ടുമുണ്ട്. ഈ നോമ്പുകാലത്ത് ആധിപത്യ ചിന്തകൾ വെടിഞ്ഞ് പ്രഭുത്വ മനോഭാവങ്ങൾ ഉപേക്ഷിച്ച് എളിമയുടെയും പരസ്പര ധാരണയുടെയും സാഹോദര്യത്തിന്റെയും ഫലത്തിലേക്ക് സിനഡ് പിതാക്കന്മാർ പ്രവേശിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്തരെങ്കിലും ദൈവത്തോടൊപ്പം ഒരുമിച്ച് ഈ നോമ്പുകാലത്തേക്ക് പ്രത്യാശയോടെ യാത്ര ചെയ്യാം.